117 സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് വായിക്കാം, ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 117 ഒരുമിച്ച് ചേർന്ന് വായിക്കാം. സകല ജാതിയുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തും. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, അവൻ്റെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. സഭയ്ക്കിരിക്കാം. ഇന്നത്തേക്ക് നൽകപ്പെട്ട വേദഭാഗങ്ങൾ വായിച്ച് കേൾക്കാവുന്നതാണ്. വായിക്കുവാനായി നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വച്ചു. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു. പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വച്ചു. അവന് എന്ത് ഭവിക്കുമെന്ന് അറിവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോൾ ഫറവോൻ്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തുകൂടി നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിലൊന്ന് എന്ന് പറഞ്ഞു. അവൻ്റെ പെങ്ങൾ ഫറവോൻ്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ടുവരേണമോ എന്ന് ചോദിച്ചു. ഫറവോൻ്റെ പുത്രി അവളോട്, ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് പൈതലിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. ഫറവോൻ്റെ പുത്രി അവളോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തേണം, ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തി. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശെ എന്ന് പേരിട്ടു. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശെ എന്ന് പേരിട്ടു. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖനവേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 10 മുതൽ 18 വരെ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്ക, അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് അനന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു.
ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണൻ ആക്കേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതലെല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ടവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാർ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആരാധനക്രമം 39-ാമത്തെ പുറം നിഖ്യാവിശ്വാസ പ്രമാണം നമുക്കൊരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ച ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഏകകർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് സർവ്വലോകങ്ങൾക്ക് മുമ്പേ തൻ്റെ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകതത്വമുള്ളവൻ, ദൈവത്താൽ സകലവും ഉണ്ടായി. അവിടുന്ന് മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ അവതരിച്ച മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവിടുന്ന് കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവിപ്പിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടി ആരാധിക്കപ്പെടുന്നവനും പ്രവാചകരിലൂടെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലികവും അപ്പോസ്തലികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകബപ്തീസയെ ഞാൻ അനുസരിക്കുന്നു.
മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മുട്ടുകളെ മടക്കാം. ആഴമായി സ്നേഹിക്കുന്ന കർത്താവേ, അവിടുത്തെ ആഗമനമാസത്തിൻ്റെ ആരംഭമായി ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വന്നിരിക്കുന്നു. അവിടുന്ന് വന്നല്ലാതെ ഞങ്ങൾക്കൊരു വിടുതലില്ല. അവിടുന്ന് വന്നാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. അവിടുന്ന് വന്നാൽ ഞങ്ങൾക്ക് സമാധാനമുണ്ട്. അവിടുന്ന് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. ഞങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഈ ദിനങ്ങൾ കഴിഞ്ഞു പോയതാ സമാഗമമായിരിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു. കൂടാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും ഞങ്ങൾ പ്രാപിക്കുന്നു. എലിസബത്തിൻ്റെയും മറിയയുടെയും ഗർഭത്തിൽ പിള്ളകൾ തമ്മിൽ തുള്ളിയപ്പോൾ അവർക്കുണ്ടായ ആനന്ദത്തെക്കാൾ അപ്പുറമായി ഞങ്ങളുടെ ഹൃദയമെന്ന് സന്തോഷിപ്പാൻ തക്ക വിധത്തിൽ പരിശുദ്ധനെ അവിടെ ഞങ്ങളോട് മനസ്സലിയണമേ. ഞങ്ങളുടെ ഹൃദയവിചാരങ്ങളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയവിചാരങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മാസവും ഞങ്ങൾ അങ്ങയിലുള്ള പ്രത്യാശയിൽ ജീവിച്ചുകൊണ്ട് അങ്ങയുടെ വരവിൻ്റെ ആ ലക്ഷ്യത്തെ ഞങ്ങൾ ഉണർന്നുകൊണ്ട് അങ്ങയോടൊപ്പം ഞങ്ങളും അനേകരുടെ ഹൃദയങ്ങളിൽ ജനിപ്പാൻ തക്ക വിധത്തിൽ ഞങ്ങളെ പാകപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇതുവരെയും ഇരുളടഞ്ഞിരുന്ന ജനത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് വെളിച്ചമായി അവിടുന്ന് കടന്നു വന്നിരിക്കുകയായി സ്തോത്രം. ഞങ്ങളും വെളിച്ചത്തിൻ്റെ വക്താക്കളായി തീരേണ്ടതിൻ്റെ പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ തൊട്ടുണർത്തണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇരുളടഞ്ഞ പ്രദേശങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, മാനവരാശികളിലേക്ക് ഞങ്ങളും ഇറങ്ങിച്ചെന്ന് ഉച്ചനീതത്വങ്ങളും അടിമത്വങ്ങളും അന്ധകാരങ്ങളും രാജകീയമായ പ്രൗഢികളും പ്രഭാവങ്ങളും അഹങ്കാരങ്ങളെയും എല്ലാം തച്ചുടയ്ക്കാൻ മതിയായ മോശയ്ക്ക് കൊടുത്ത അതേ വീര്യം ഞങ്ങൾക്കും പകർന്ന് ലോകത്തിൻ്റെ രക്ഷിതാവായ ക്രിസ്തുവിനെ ഒരുമിച്ച് ആരാധിച്ച് വരവിൻ നാളിൽ എതിരേൽപ്പാൻ ഒരുക്കപ്പെടേണ്ടതിന് വിശുദ്ധ കന്യകയായി തീരാൻ ഇന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളെയും രോഗങ്ങളെയും എരിപ്പാനായി ഇന്ന് അവിടുത്തെ രക്തം ഞങ്ങൾക്കായിട്ട് ഒരുക്കപ്പെട്ടും കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തിരുമേശയിൽ വന്നത് പ്രാപിക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണസ്ഥിതിയിലെത്തും. ഞങ്ങളിലെ ബലഹീനതകൾ മാറിപ്പോകും. ഹല്ലേലൂയ. കല്ലായ ഹൃദയങ്ങൾ മാറും. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ മുള്ളും പറക്കാരെയും ഉണ്ടായിരുന്നതെല്ലാം മാറും. കൊഴുന്തും സരളവൃക്ഷവും മുളയ്ക്കുകയും ഉദ്യാനത്തിൻ്റെ അനുഭവം ഉണ്ടാകുകയും അനേകര നീതിയുടെ വാഹകരായി ഞങ്ങൾക്ക് നിന്നുകൊള്ളേണ്ടതിന് വെളിച്ചമാക്കി വയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയുണ്ടപ്പാ, നന്ദി. അതിനായിട്ടാണല്ലോ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ കൂട്ടിവരുത്തിയത്. ഇന്ന് അങ്ങയുടെ ദിവ്യമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വകയിലെ വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങൾ, ഭാരങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട്. അനാഥരുണ്ട്, വിധവമാരുണ്ട്, ഗർഭസ്ഥാവസ്ഥയിലിരിക്കുന്നവരുണ്ട്, പ്രസവാനന്തരം കൊച്ചു കുഞ്ഞുങ്ങളുമായി കഴിയുന്നവരുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുമുണ്ട്. എൻ്റെ ദൈവം അവരോട് മനസ്സലിയണം. ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണം. അവർക്കർഹമായ പരിഗണന അവരുടെ ഭവനങ്ങളിൽ ലഭിക്കണം. നാട്ടിലവർ സന്തോഷമായിരിക്കണം. ഭവനങ്ങളിൽ അവർ ആരോഗ്യത്തോടെ കാണപ്പെടണം. ദേശത്തിൻ്റെ നന്മ അവർ അനുഭവിക്കണം. കർത്താവേ, അവരുടെ ജീവിതം പട്ടുപോകാതെ, ക്ഷയിച്ചു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ എൻ്റെ പ്രാണനാഥനെ അവരുടെ കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി, ദുഃഖിതരായി, നിരാശരായി, വർഷങ്ങളായി രോഗബന്ധനത്തിൽ വലയുന്നവരായി,
ശാരീരികമായ അസ്വസ്ഥതകളായി, കൈകാലുകളുടെ ബലക്ഷയത്താൽ മനം തളർന്നവരായി, രോഗം നമ്മെ മരണത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതിയിൽ കഴിയുന്ന ഒട്ടനവധിയായ പേരുണ്ട് ദൈവമേ. അവരെ വിടുവിക്കണമേ. അവരുടെ ഉള്ളിൽ ഉറച്ചൊരു വിശ്വാസവും ധൈര്യവും കൊടുക്കണമേ. മരിക്കില്ല, ജീവനോടിരുന്ന് അങ്ങയുടെ പ്രത്യക്ഷതയെ കാണും. അങ്ങയുടെ വരവിനെ ഞങ്ങൾ എതിരേൽക്കും. അങ്ങയുടെ ആഗമനം ഞങ്ങൾ അനുഭവിച്ചറിയുമെന്ന് വിശ്വസിച്ചു കൊള്ളുവാൻ ഈ പകൽക്കാലം ആലയത്തിനുള്ളിലിരിക്കുന്നവരെയും ഭവനങ്ങളിലായിരിക്കുന്ന ബലഹീനരെയും അവിടെ നിടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, വേർപാടിൻ്റെ ദുഃഖത്തിലൊക്കെ കഴിയുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെ ഓർത്തും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സഭാംഗമായ ശ്രീമതി ജാനകി മരുതമ്മോട് അവരുടെ പ്രിയപ്പെട്ട മകൻ മരിച്ചുപോയി എന്ന വിവരം ഞങ്ങൾ കഴിഞ്ഞ ദിവസം അറിയുന്നു. ആ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. തമ്പുരാനെ, അടിയൻ അങ്ങേ സ്തുതിക്കുന്നു, കരമുയർത്തി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ പ്രദേശത്ത് നീ നാളുകളിൽ മരണത്തെ മാറ്റിത്തരണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇതാ ഭൂജാതനായിരിക്കുന്നു എന്ന സദുർദ്ധമാനം അറിയിക്കേണ്ടതിനായിട്ട് ദേശത്തെ ഒരുക്കുന്നതിന് മുന്നോടിയായി സകല ബന്ധനങ്ങളെയും അന്ധകാര വ്യാപാര ശക്തികളെയും മരണദൂതനെയും എല്ലാ പ്രതികൂലങ്ങളെയും ശാസിച്ച് ജയമെടുക്കുന്നു. അപ്പാ, ഞങ്ങളുടെ പ്രദേശത്തിന് ചുറ്റും അഗ്നിമതിൽ കോട്ട കിട്ടുന്നു. ദൂതന്മാരെ വേണ്ടുവോളം കൊടുക്കണമേ. ഒരു മരണദൂതനോ, ഒരു ആഭിചാരമോ, ഒരു ദുഷ്ടനോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കടന്നു വരാതിരിക്കേണ്ടതിന് സ്വർഗമേ, അവിടുന്ന് കോട്ട കെട്ടി കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യമായ സമാധാന ആ ശുശ്രൂഷയുമായി ദേശത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് കർത്താവെ. ഞങ്ങളെ വരവേൽക്കാൻ ദേശം ഒന്നടങ്കം ഒരുക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഇടയിൽ നിന്നെല്ലാ അനീതികളും അരാജകത്വങ്ങളും ദുഃഖവും കണ്ണുനീരും മുറവിളിയും നീങ്ങിപ്പോകട്ടെ. അപ്പാ, അടിയൻ യാചിക്കുന്നു, തമ്പുരാനെ യാചിക്കുന്നു, മനസ്സലിയണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ യൗവനമാരും തുച്ഛീകരിപ്പാൻ ഇടവരുത്തരുത്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളപ്പെടേണ്ടതിന് സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവർ വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും സ്വദേശങ്ങളിലുമായും പഠിക്കുകയാണ്. ക്രിസ്തുമസ് പ്രമാണിച്ചുള്ള പരീക്ഷകൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് തളർന്നു പോകാതിരിക്കട്ടെ. അവർ പഠിച്ചതൊക്കെ ഓർമ്മയുടെ മനസ്സുകളിൽ പൊതുക്കി കൊടുക്കുകയും വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ പകരുകയും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ഉന്നതി പ്രാപിക്കുക വരുത്തുകയും ചെയ്യണമേ. താവേ, ഒരു പീഡകനും കരങ്ങളിൽ കാണാതെ അങ്ങയുടെ പൊന്നുകരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അഗ്നിമതിലായി കോട്ട കെട്ടി കാക്കണം. അങ്ങ് ദൃഷ്ടി വെച്ച് അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ വകയിൽ വിദ്യാഭ്യാസം ധാരാളമായി ചെയ്ത് വേലയില്ലാതെ കാത്തിരിക്കുന്ന അനവധി പേരുണ്ട് കർത്താവേ. അവർക്കൊരു ഉപജീവനമാർഗം കൊടുക്കണേ തമ്പുരാനെ. പ്രായമെത്തി തക്ക സമയത്തിൽ വിവാഹം നടക്കുന്നല്ലോ എന്നോർത്ത് ഭാരത്തോടെ കഴിയുന്ന അനവധി പേരുണ്ട്. അവർക്ക് തക്ക സമയത്ത് ഓരോ തുണ കൊടുത്തേണ്ട ദൈവം മാനിക്കണമേ. ഇനിയും കടഭാരങ്ങളിലും അതേ കർത്താവേ, ലായ്മകളിലും കഷ്ടതകളിലും ഞെരുക്കങ്ങളിലും മനസ്സമാധാനമില്ലാതെയൊക്കെ ഭാരപ്പെടുന്ന അനവധി പേരുണ്ട്. ദൈവായിടങ്ങളിലൊക്കെയും അവിടുന്ന് ഇടപെട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ഇടവയിൽ പലരും ഭവനം നിർമ്മാണ പ്രവർത്തനത്തിലാണത് പൂർത്തീകരിപ്പാൻ ദൈവം വഴി കൊടുക്കണമേ. ഇനി ഒരു തരുമണ്ണോ ഒരു ഭവനമോ ഇല്ലാതെ ഭാരപ്പെടുന്നവരുണ്ടവർക്കും തലചായ്ക്കാനൊരിടം കൊടുത്ത് അവരെ മാനിക്കണമേ. ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപയാൽ അങ്ങയുടെ ജനം ഈ നാളുകളിൽ ധാരാളമായിട്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പല നാളുകളായ രോഗത്തിൻ്റെ അതികഠിനത നിമിത്തം അസ്വസ്ഥപ്പെടുന്ന അതേ മോളി എന്ന സഹോദരിയെ ഞങ്ങൾ ഓർക്കുന്നു. ഷീലയ്ക്കായി സ്തോത്രം. കർത്താവെ, മരുന്നമ്മോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. താനിങ്ങനെ കണ്ണിൻ്റെ സർജറിക്ക് വേണ്ടി അതിങ്ങനെ ബന്ധപ്പെടുകയാണ്. തന്നെ വിടുവിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ അറിവിൽപ്പെട്ടും വിടാതെയും അനവധിയായ പേർ ഈ നാളുകളിൽ രോഗാവസ്ഥകളിലുണ്ടവരെ ബലം ക്ഷയിച്ചു പോകാതെ കാത്തുകൊള്ളുന്ന ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവകയാകെ ബാലവൃത്തം തരുന്നു. വിദേശ രാജ്യങ്ങളിലും സ്വദേശങ്ങളിലും സൈനിക സേവനങ്ങളിലും സർക്കാർ സേവനങ്ങളിലും പ്രൈവറ്റ് മേഖലകളിലും കൂലിവേലകളിലും കച്ചവട സംബന്ധമായി വാഹനമോടിച്ചും കൃഷിപ്പണികൾ നടത്തിയും ഗ്രഹവൃത്തികൾ നടത്തിയും കന്നുകാലികളെയും പറവകളെയും പുലർത്തിയും കർത്താവെ ജീവിതം നയിക്കുന്ന എല്ലാവരുടെ മേലും എൻ്റെ അപ്പൻ മഹത്വം എടുക്കണവരുടെ ധ്വാനഫലം അവരും അവരുടെ പ്രിയമുള്ളവരും അനുഭവിക്കേണ്ടതിന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഞങ്ങൾ ആരെങ്കിലും ഓർത്ത് പ്രാർത്ഥിപ്പാനുണ്ടെങ്കിൽ ആയവരെല്ലാം പൊൻകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം എടുക്കും. ഞങ്ങളുടെ ആലയത്തെ മുറ്റുമായും തരും ഞങ്ങളുടെ അച്ഛനെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ.
സഭാ കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരും അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. കൊയറിനെ അതിലുൾപ്പെട്ടിരിക്കുന്ന അംഗങ്ങളുടെ എല്ലാവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കപ്യാർ ശുശ്രൂഷ എന്ന് പ്രിയപ്പെട്ടവൻ ശാന്ത ബേബി തുടങ്ങിയ സഹോദരങ്ങൾ, അതേ കർത്താവെ കീബോർഡ് വായിക്കുന്നവർ, സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവർ, ഇതര പ്രവർത്തനങ്ങളെ ഓർപ്പിക്കുന്ന എല്ലാവരുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും എൻ്റെ ദൈവം തലമുറയായ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞ് നാളുകളിൽ മഹത്വമെടുക്കുകയായി സ്തോത്രം. ഇതിനുള്ളിൽ ആരെങ്കിലും അസ്വസ്ഥരായി കഴിയുന്നുവെങ്കിൽ, ആരുടെയും സ്നേഹം ലഭിക്കുന്നതിൽ എല്ലാവരും എന്നെ ഓർത്തു, ആരും അതേ കർത്താവെ എന്നെ അറിയുന്നില്ല എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഹൃദയമുണ്ടെങ്കിൽ എൻ്റെ ദൈവം അവരെ വിശാലതയിലാക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. പ്രതീക്ഷയ്ക്കൊത്തുയരാൻ കഴിയാതെ ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ അവരെ ഇന്ന് വ്യക്തിപരമായി പേർ ചൊല്ലി വിളിച്ചനുഗ്രഹിച്ച് ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൃപ അവർ അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവെ, ഇനിയും ഞങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ഓർത്തുകൊള്ളാനുണ്ടെങ്കിൽ തമ്പുരാനെ അവിടുന്ന് മനസ്സലിഞ്ഞ് അങ്ങയുടെ പ്രിയമുള്ളവരെയും വഹിച്ചു കൊണ്ടടിയൻ ഒന്നുകൂടി ഇടിവിൽ നിൽക്കുകയാണ്. ദൈവം അവരുടെ മേൽ മഹത്വമെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാട് താമസിക്കുന്ന നിരവധി മതസ്ഥരായവരുടെ മധ്യേ ഞങ്ങൾ അങ്ങ് അവർക്ക് വേണ്ടി പൂജാതനായി എന്ന് സദ്വർദ്ധമാനം അറിയിച്ചുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ച മുതൽ ഞങ്ങൾ ദേശത്തിലേക്ക് ഇറങ്ങുകയാണ്. ദേശവാസികളെ ഒരുക്കണം, അവരെല്ലാവരും ഞങ്ങളെതിരേൽപ്പാൻ ഒരുക്കണം, അവരെല്ലാവരും ഈ ദൂത് കൈക്കൊള്ളണം, അങ്ങനെ അവർ അനുഗ്രഹം പ്രാപിക്കണം. അങ്ങനെ ദേശം വനാന്തരമായിരുന്ന അവസ്ഥയിൽ നിന്ന് പൂന്തോട്ടത്തിൻ്റെയും ഉദ്യാനത്തിൻ്റെയും അനുഭവമായി തീരട്ടെ കർത്താവെ. അങ്ങനെ ദേശം ഉല്ലസിക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്താൻ വല്ലവനെ അവിടെ നിന്ന് വരുത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ഇടവകകളെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മഹാ ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്നവരെ കാണും ഈ ശൂന്യത ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം മാത്രം തന്നെ എന്ന് ഞങ്ങൾക്കറിയാം. ആ ശക്തി ഇപ്പോൾ കടന്നു വന്നിരിക്കുക. ഈ സ്തോത്രം വേഗത്തിൽ ആ ശക്തി ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മഹായിടവകയുടെ മേലും എല്ലാ ഭരണ സാന്നിധ്യം വഹിക്കേണ്ടുന്നവരുടെ മേലോടന്ന് കടന്നു വന്നിരിക്കുക. ഈ സ്തോത്രം അങ്ങയിൽ നിന്ന് അയക്കപ്പെട്ട, സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട അതേ സമാധാനവും സന്തോഷവും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാപിപ്പാൻ സഹായിക്കണമേ. സുശേഷീകരണത്തിനായിട്ടും അതേ മിഷൻ ഫീൽഡുകളിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. മിഷണറിമാരെ സന്ധിക്കുന്ന കുടുംബങ്ങളുണ്ട്, മിഷണറിമാരായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവരുണ്ട്, ഞങ്ങളുടെ റോഹിൻദാസൊക്കെ ഉണ്ട്. അവരൊക്കെ ആ സ്ഥലങ്ങളിൽ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ കർത്താവെ. എല്ലാ നന്മകളാലും നിറയ്ക്കും, മഹത്വം കെടുക്കും. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ചെയ്യുവാൻ ശക്തിയുള്ള എൻ്റെ അപ്പ, ഒന്നുകൂടി അടിയൻ അങ്ങയുടെ പാദത്തെ ചുംബിച്ചുകൊണ്ട് ഈ ജനത്തിന് വേണ്ടി ഇടവിൽ നിന്ന് യാചിക്കുന്നു. ഇവരെ മറക്കല്ലേ കർത്താവെ. ഇവരുടെ കണ്ണുനീരുകളെ തുടയ്ക്കണമേ. ഇവരെ അങ്ങുമാറോട് ചേർത്ത് കൊള്ളണമേ. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ദിവ്യമായ സമാധാനവും ആശ്വാസവും അവർ പ്രാപിക്കട്ടെ. അങ്ങനെ ഈ ജാതികളുടെ ഇടയിൽ അവർ ആനന്ദം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഈ സമയം ഖുർ ഒരു സ്പെഷ്യൽ സോങ് ആലപിക്കുമ്പോൾ നമ്മളുടെ കാണിക്കയും നേർച്ചകളും വഴിപാടും മേശമേൽ സമർപ്പിക്കാം. Nire
നേർച്ച അർപ്പിച്ചിരിക്കുന്നവർ വിനീത് വി എസ് വിനോദ് ഭവൻ, ശാന്ത കരിക്കര തറിക്കൽ, വഴിയുടെ തടസ്സങ്ങൾ മാറുവാൻ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ആർ ആൻലെറ്റ് റോസ് കുമാർ ഭവൻ, ശാലിനി ജോൺ എസ് സാംറ്റി കോട്ടേജ്. ദൈവം നൽകിയ സൗഖ്യത്തിന് നന്ദി അർപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. മിഷണറി കാണിക്കയായിട്ട് അർപ്പിച്ചിരിക്കുന്നവർ ആർ ആൻലെറ്റ് റോസ് കുമാർ ഭവൻ, അദ്വൈത് അരുൺ സജീവ് കെ എസ് ഭവൻ, ശ്രുതി വിനോദ് ബദ്ഹരൻ, ഷാജി എൻ ജി നന്ദനം, ജിസ എസ് ആർ സിയോൺ, റോജി എസ് എൻ സിയോൺ, ഷാജു കരിക്കര തറിക്കൽ, ശാന്ത കരിക്കര തറിക്കൽ. ദേവാലയ പുനർനിർമ്മാണ ഫണ്ടിലേക്ക് നൽകപ്പെട്ട കവർ കളക്ഷനിലൂടെ നൽകപ്പെട്ടവർ ശ്രീ മിൽട്ടൺ എൻ ജി നിർമ്മൽ, വിനോദ് വി എസ് ബദ്ഹാരൻ, ബിജു ആർ ജിതിൻ ഭവൻ, ലത ജെ വലിയവിള, ജയകുമാരി വലിയവിള, സെൽവരാജ് എൻ സിയോൺ, ഫിലിപ്പ് ജോയ് ഭവൻ പള്ളിപ്പണിക്ക് വേണ്ടി, ചന്ദ്രൻ ഷാരോൺ, ലിബിൻ സി പി ഷാരോൺ, ലതിക ഭവൻ. വിവാഹ വാർഷികം സാജൻ കുമാർ ആൻഡ് ശ്രീമതി ഷിജി കുമാർ ഭവൻ. ജന്മദിന സ്തോത്രം മിസ്റ്റർ ലിജോ എസ് രാജസ്, മിസ് പി എസ് റിയ ഷിജു ഭവൻ, മിസ് മിഖാൾ ഷാരോൺ, മിസ് റിസ ആൽമ. കാണിക്കുകയും നേർച്ചകളെയും ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാപിക്കുന്നതെല്ലാം ഉയരത്തിൽ നിന്നുള്ള നന്മയല്ലാതെ മറ്റൊന്നുമില്ല. അതിനെ നന്ദിയോടെ ഓർക്കുകയും അത് ഓരോ നാളും അനുഭവിക്കുന്ന ദൈവജനമെന്ന നിലയിൽ കാണപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ഭാവം സന്തോഷത്തോടെ ദേവാലയത്തിൻ്റെ വികസനത്തിനായി പ്രവർത്തനത്തിനായി നൽകുവാൻ കൊടുത്തിരിക്കുന്ന കരങ്ങളെ അങ്ങ് ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കാണിക്കർപ്പിച്ച ഓരോ കരങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് ഒരു വ്യക്തി ജീവിതങ്ങൾ കുടുംബങ്ങളിൽ കൂടെ ഇരുന്ന് അനുഗ്രഹത്തോടെ നയിക്കണം. മാസവരിയായി പ്രതിമാസ സഹായ പദ്ധതിയായി ദേവാലയ പുനർനിർമ്മാണ പൂർത്തീകരണ ഫണ്ടിലേക്കെല്ലാം നൽകപ്പെട്ടവർക്കായിട്ട് സ്തോത്രം കർത്താവേ. ദൈവത്തിൻ്റെ കൃപാനുസൃതം കൂടിയിരിക്കണമേ. സന്തോഷത്തോടെ കൊടുക്കുന്ന സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്പർശനം ഏറ്റവും ധന്യരായി അനുഗ്രഹിക്കപ്പെടുവാൻ കൃപയേകണം. വിവാഹ വാർഷികം ആഘോഷിച്ചവർ, ജന്മദിന സ്തോത്രം അർപ്പിച്ചവർ, ദൈവമേ നേർച്ച അർപ്പിച്ചവർ തിരുക്കരങ്ങളെ തരുന്നു. അപ്പാ, ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഒന്നുകൂടെ സാക്ഷീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ അങ്ങ് ശക്തീകരിക്കണം. നേർച്ചകൾ അങ്ങ് സ്വീകരിക്കണം. ജന്മദിന വർഷമേറ്റ് അനുഗ്രഹത്തിൻ്റെ ആയി തീരുവാൻ കൃപയേകണം. ദാമ്പത്യ ജീവിതത്തിൽ ഒരു വർഷം കൂടെ പ്രദാനം ചെയ്ത നന്മയ്ക്കായിട്ട് സ്തോത്രം. ദൈവമേ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ദൈവ നന്മയാൽ നിറയ്ക്കണമേ. ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ തന്നെ ആമേൻ.
ഈ ആഴ്ചയിൽ ജന്മദിനമായി സഭ ആചരിക്കുന്ന പ്രിയമുള്ളവർ, 2-ാം തീയതി സാംരാജ് സമീരം, രമ്യ ജ്യോതിഷ് ശാന്തഭവൻ, ജോബിനസെ യോവാസ് ഭവൻ. 3-ാം തീയതി പോൾ സത്യൻ പ്രത്യാശ. 4-ാം തീയതി അരുൺകുമാർ വലിയവിള, മേരി ജോസ് ഹാവൻ. 5-ാം തീയതി വിവിധ രാജ് കാരുണ്യ, അർണോൾഡ് മോസസ് ഷെക്കൈന. 6-ാം തീയതി ആൻസി മോൾ കാരുണ്യ, എയ്തൻ അരേലി. 7-ാം തീയതി ശോഭി കെ ആനന്ദ് ഭവൻ, ബ്രിജിത്ത് ബിനുഭവൻ, നീലിമ സജീവ് KS ഭവൻ. ഈ പ്രിയമുള്ളവർക്ക് മലയിടവകയുടെ ജന്മദിനാശംസകൾ അറിയിക്കുന്നു. വിവാഹവാർഷികമായി 5-ാം തീയതി സത്യൻ ബിന്ദു SB ഭവൻ, 6-ാം തീയതി സജി ജയകുമാരി സജി ഭവൻ. ഈ ദമ്പതികളെ ദൈവസമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പുതുമാസത്തിൻ്റെ പ്രാരംഭ ദിനം ആഗമന ഞായറായിട്ട് ആരാധിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം. ഡിസംബറിൻ്റെ സന്തോഷത്തെയും ഇതിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കഴിഞ്ഞ 11 മാസം ദൈവം അനുഗ്രഹത്തോടെ നമ്മെ കാത്തു പരിപാലിച്ചു. പുതു നന്മയാണ് നിറച്ച നന്മയെ ഓർത്തുകൊണ്ട് നമുക്ക് സഭയെ അറിയിക്കുവാനുള്ള പരസ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ട് 8-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കരോൾ റൗണ്ട്സിൻ്റെ ലിസ്റ്റ്, അതിൻ്റെ കൺവീനറായിരിക്കുന്ന ശ്രീ ഷിബു ഡി ഡീക്കർ മുന്നോട്ട് വന്ന് സഭയെ അറിയിക്കുന്നതാണ്. സ്നേഹവും ബഹുമാനമുള്ള സഭാ ശുശ്രൂഷകരെ, പ്രിയമുള്ള സഭയേവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ വർഷത്തെ കരോൾ ശുശ്രൂഷ 8-12-24 മുതൽ 20-12-24 വരെയാണ് 2 അച്ഛന്മാരുടെയും നേതൃത്വത്തിൽ 2 ടീമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആദ്യത്തെ ദിവസങ്ങളിൽ പോയ വീടുകളിൽ ഈ വർഷം അവസാന നാളുകളിലും, അതുപോലെ തന്നെ ഓരോ ഏരിയയിലും കഴിഞ്ഞ പ്രാവശ്യം തുടക്കത്തിൽ വന്ന വീടുകളിൽ ഈ വർഷം അവസാനമായിരിക്കും. അങ്ങനെ നേരെ റിവേഴ്സ് മോഡലിലായിരിക്കും ഓരോ ഭവനങ്ങളിലും കരോൾ ശുശ്രൂഷ കടന്നു വരുന്നത്. 8-12-24 8-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ലിസ്റ്റാണ് ഇന്ന് വായിക്കുന്നത്. 8-12-24 ഞായർ പാപ്പനംകോട്, പ്രാവച്ചമ്പലം, പെരിങ്ങമല, നെയ്യാറ്റിൻകര, മലയൻകീഴ്. സർവശ്രീ നാൻസി താബസ് മെർലാൻഡ്, സെലിൻ ജെ ഉത്രാടം, വിമല സരോജൻ കൃപ, ടോണി കൃപ, ജയരാജ് ശ്രേയ, ഷിബു സത്യൻ മിസ്പ, ഡോക്ടർ ലിറ്റ്സൺ രാജ് നാരം, ജെയ്സൺ പോൾ ബദേൽ, ഹിജിൻസ് പോൾ ബദ്ലഹേം, കുമാരി ഒലിവറ്റ്, ജിനിമോൾ RK ഒലിവറ്റ്, സുജിത കുമാരി VS മലയൻകീഴ്. ബി ടീം 8-12-24 ഞായർ പൊറ്റയിൽ, മലയൻകീഴ്, കിള്ളി. ഇവാഞ്ചലിസ്റ്റ് വിജയരാജ് D മിഷൻ ഹൗസ്, സോൺ SK നസ്രത്ത്, സുമന ബാബു ക്രൈസ്റ്റ് ഭവൻ, സാം SK ക്രൈസ്റ്റ് ഭവൻ, മണികണ്ഠൻ മഹേഷ് ഭവൻ, സുനിൽ B ചൈതന്യ, അനിൽരാജ് R അന്തിർക്കോണം, ഫ്ലവർസൺ ജിൻസി കോട്ടേജ്, രാജേഷ് കുമാർ ഓടൻവിളാഹം, രജീഷ് കുമാർ ഓടൻവിളാഹം, ശശി ഓടൻവിളാഹം, രാജ്കുമാർ സൗരമ്യ. 9-12-24 തിങ്കൾ മലയം വിളവൂർക്കൽ മച്ചൽ A ടീം പ്രൊഫസർ S ദേവരാജ് സാനന്ദ്, നവീൻ രാജ് സാനന്ദ്, രാജേന്ദ്രൻ രാജസ്, ലിജോസ് രാജ് രാജസ്, സരോജിനി രാജസ്, ബിജു R ജിതിൻ ഭവൻ, സത്യദാസൻ എബനേസർ, ജോസഫ് ജോർജ് എബനേസർ, തങ്കരാജ് നിർമ്മൽ, ഷിബു തങ്കരാജ് നിർമ്മൽ, വിമല TR വിമൽ, രാജൻ കാരുണ്യ, വിപിൻ രാജ് കാരുണ്യ, പുഷ്പാകരൻ പുഷ്പ നിവാസ്, നേശൻ പ്ലാങ്കോട്ടുമൽ, ഷൈൻ രാജ് ഷൈനി നിവാസ്, ശശി ഷൈനി നിവാസ്. 9-12-24 തിങ്കൾ വെട്ടുവിള കരിക്കാർ തലവൽ B ഭാഗം. ബെൻ ജോൺസൺ ജോയ് ഭവൻ, ജോൺസൺ ജോയ് ഭവൻ, ഭാസ്കരൻ താലോലം, ഷിബു BS താലോലം, സനിൽ PL SS ഭവൻ, സുരേന്ദ്രൻ മീനു കോട്ടേജ്, ജയകുമാർ ജിനേഷ് ഭവൻ, കോമളം കൃഷ്ണഭവൻ, ഷാജൻ കെ ദാസ് കൃഷ്ണഭവൻ, റോയ് AR പെനിയൽ, സാജൻ ജോസഫ് അനുഭവൻ, ബിനുകുമാർ കരിക്കാർ തലക്കൽ, വിനിൽ രാജ് GJ SV ഹൗസ്, മധു കരിക്കാർ തലക്കൽ, സുധാ B കരിക്കാർ തലക്കൽ, ഗോപകുമാർ വിമലാസദനം, വിജു RV സാന്ദ്രം, ബൈജു RV അഖിൽ ഭവൻ, നീനു SS നീനു നിവാസ്. 10-12-24 ചൊവ്വ മലയം മങ്കാട് A ഭാഗം. സുനിൽ രാജ് GJ ഏതൻ, ബിജോയ് സുനിൽ ഏതൻ, പ്രജീത് ഹിൽവ്യൂ, ബിജു കടയിൽ വീട്, ശാന്തബായ് മങ്കാട്, സുനിൽ കുമാർ T മങ്കാട്, ഡോക്ടർ ജിതിൻ JRS ചൈതന്യ, ഡോക്ടർ പ്രമോദ് പ്രിയം. രാധാമണി സബരാലയൻ, ഡാർവിൻ ലൗഡൈൽ, ജോണി ഡാർവിൻ ലൗഡൈൽ, ജയൻ ശ്രീഹരി, സുഗു മങ്കാട്, ആൻലഡ്രോസ് കുമാർ ഭവൻ, സജിത് കുമാർ ഭവൻ, സാജൻ കുമാർ ഭവൻ, വിജയൻ മങ്കാട്, ഭാസ്കരൻ മങ്കാട്, നേശമണി മണിമകൾ, അഖിൽ NM മണിമകൾ, അരുൺ NM മണിമകൾ. 10-12-24 ചൊവ്വ ബി ടീം ആലങ്കോട് വിളവൂർക്കൽ, ശ്രീകുമാർ ദുർഗ ഹോട്ടൽ, അരുൺ രാജ് ഗ്രേസ് വില്ല, ഷിബു ദേവിക ഭവൻ, രജീഷ് കുമാർ ശാലം, വിനോദ് കുമാർ RP, ജയപ്രകാശ് വിജയവിലാസം, വിജയൻ വിജയവിലാസം, സത്യദാസ് രത്നവിലാസം, വില്യൻ രാജ് ലിജു ഭവൻ, സന്തോഷ് കുമാർ രത്നവിലാസം, ബിജു തമ്പി ക്രിസ്തു നിവാസ്, വിജയകുമാർ വടക്കേ തേമാവറതല്ല,
ജയകുമാർ സോഫി നിവാസ്, ഡോക്ടർ ജെയ് വിൽഫ്രഡ് ജെയ് ഭവൻ, മനോഹരൻ MS കോട്ടേജ്. എ വിഭാഗം മലവിള എള്ളുവിള, ഫ്ലോറൻസ് തോമസ് ആംറ്റി കോട്ടേജ്, ബിനു തോമസ് ആംറ്റി കോട്ടേജ്, ബൈജു മനോഹരൻ മലവിള, ഷീല മലവിള, ഉഷ മലവിള, സുനിൽകുമാർ ആനന്ദ് ഭവൻ, വിനോദ് VL ഭവൻ, മുരുകൻ നീതു ഭവൻ, ക്രിസ്തുദാസ് മലവിള, രാജീവ് CU മലവിള, സജീവ് CU മലവിള, അപ്പു മലവിള, ശാന്ത എള്ളുവിള, റോയ് എള്ളുവിള, ബൈജു K സാരംഗി, രാജൻ എള്ളുവിള, ടിൻഡു സാം സ്പന്ദന, സോമൻ വിനോദ് ഭവൻ, വിനോദ് SP വിനോദ് ഭവൻ. 11-12-24 ബുധൻ ബി ടീം കരിക്കാത്തലകൽ പുകവല്ലിയർ കോണം, സജു മടത്തോട്ടുള്ള, അനീഷ് കുമാർ ശാലേം ഭവൻ, ദീപു മിഥില, വിനീത് VS ഏതൻ, മോഹൻകുമാർ മലർവാടി, രാജേന്ദ്രൻ രാജേഷ് തിരുവോണം, വിജയൻ വിനോദ് ഭവൻ, ജോയ് സിൻഡ്രല വില്ല, സദാനന്ദൻ ഷെർലി ഭവൻ, ചന്ദ്രൻ ഷാരോൺ, ലിബിൻ CP ഷാരോൺ, കമലം പുകവല്ലിയർക്കോണം, ഷാജു കരിക്കാർത്തലക്കൽ, ശാന്ത കരിക്കാർത്തലക്കൽ, ബേബി ആരാധന, മോഹൻദാസ് ആരാധന. 12-24 വ്യാഴം എ വിഭാഗം പുകവല്ലിയർക്കോണം ആലങ്കോട്, ബാബുരാജ് അഭയം, രാജീവ് BE അഭയം, സജീവ് KS ഭവൻ, സുമതി ഷിജു ഭവൻ, ലീന ജോർജ് സാജൻ നിവാസ്, സാജൻ നിവാസ്, സജീവ് ES അരേലി, ആൽബിൻ റോബിൻസ് വിജയഭവൻ, റോബർട്ട് സന്തോഷ് ഭവൻ, സന്തോഷ് ഭവൻ, ഫിലിപ്പ് ജോയ് ഭവൻ, വിജയരാജ് പുകവല്ലിയർക്കോണം, സുകുമാരൻകുട്ടി SA ഭവൻ, അനീഷ് SA ഭവൻ, ബാബു കിഴങ്കര, അനീഷ് കുമാർ VS, ചന്ദ്രൻ ചീനിവിള, രവി ആലങ്കോട്, ലില്ലിബായ് CL കോട്ടേജ്, സുന്ദരി ആലങ്കോട്, ബാലചന്ദ്രൻ നായർ, ഡോറ K ഗലേത്, സുമേഷ് DR ഗലേത്. 12-24 വ്യാഴം ബി വിഭാഗം തെങ്ങത്താങ്കോട് വാറുവിള, ദിലീപ് തെങ്ങത്താങ്കോട്, വിജയൻ തെങ്ങത്താങ്കോട്, സനിൽ M അൽമ, മണിയൻ സനിൽ ഭവൻ, യാർസില കിച്ചി ജീവൻ വിഹാർ, മോഹനൻ ചന്ദ്രവിലാസൻ, ജയകുമാർ ചന്ദ്രവിലാസൻ, രാജൻ ചന്ദ്രവിലാസൻ, മണിക്കുട്ടൻ നന്ദു ഭവൻ, സുശീലൻ മങ്കാട്, സബിത TS സബിത ഭവൻ, ജയ NN ഹൗസ്, ശാന്ത വാറുവിളാത്തുവിട്, ഷിബു M വാറുവിള, ഷാജി M വാറുവിള, മാധവൻ വാറുവിള, അനീഷ് ഒയ്ത സൃഷ്ടി. 13-12-24 വെള്ളി എ വിഭാഗം കുഴിവിള മലയം തെങ്ങത്താൻകോട്, രാജേശ്വരൻ RS കോട്ടേജ്, മോഹനൻ അമ്പലത്തിൻവിള, ക്രിസ്റ്റി കൃപാസനം, സെൽവൻ കുഴിവിള, ജയകുമാർ BJ നിവാസ്, ജയൻ റീജാഭവൻ, കരുണാകരൻ റീജാഭവൻ, ജാനകി മൊഴിനട, ചെല്ലയൻ മൊഴിനട, സത്യൻ D SB ഭവൻ, ജോയ്സ് SB ഭവൻ, ബാബുരാജ് രാജവിലാസം, സത്യരാജ് രാജവിലാസം, സുധ വെള്ളംകുളം, സജു ശ്രുതി ഭവൻ, രാജൻ വയലോരം, അക്ഷയ് വിമൽ വയലോരം, സുധാകരൻ തെങ്ങത്താങ്കോട്, ഡെയ്സി തെങ്ങത്താങ്കോട്, ശൈലജ കുന്നുവിള. 13-12-24 വെള്ളി ബി വിഭാഗം മരുതമൂട് കല്ലമ്പുറ്റ കുറക്കോണം, ശ്യാമള പ്രകാശ് ഭവൻ, ലതിക ഭവൻ, എമ്മിമാൾ ലതിക ഭവൻ, ബേബി അനുഗ്രഹ്, ഷീജാരാജ് അനുഗ്രഹ്, സജി ഭവൻ, ശാന്ത സജി ഭവൻ, ഷീല നീന ഭവൻ, ജോർജ് ജോസഫ് ഏദൻ ഗാർഡൻസ്, ഡോക്ടർ അക്ഷയ് GS ഏദൻ ഗാർഡൻസ്, ബിജു ബദേൽ, അജീന്ദ്രൻ അജിത് ഭവൻ, സെൽവരത്നം ബദേൽ ഭവൻ, ഷിജീന്ദ്രൻ ബദേൽ ഭവൻ, രജീന്ദ്രൻ സിയോൻ ഭവൻ, ജോയ് ഭവൻ, സുൽരാജ് R രാജ്കോട്ടേജ്, ലളിത പൊറ്റേൽ, മധു കരുണാലയം. 15-24 ഞായർ എ വിഭാഗം നന്ദൻകോട് മണ്ണന്തല ചാങ്ങ, ബിബിൻ J ബദേസ്ത, രഞ്ജിത്ത് S കരകനഗർ, ഡോക്ടർ പ്രവീൺ രാജ് ഗ്യാൻ ഏതൻ, സുമതി SS നിലയം, അനുജിത്ത് SS നിലയം, സരസമ മുക്കോല, ബേസിൽ എഡ്വിൻ കുടപ്പനക്കുന്ന്, നിപുൺ രാജ് ജയറാസ് നെസ്റ്റ്, വില്യം പോൾ ചാങ്ങ. 15-24 ഞായർ പുളിവിള മുടവൻമുകൾ, പുന്നയ്ക്കാമുകൾ, പ്രാങ്കാലമുകൾ, ദുർഗാറാണി ചിലപ്പാറ, ഷാജി കുന്നമ്പുറം, ഭാസ്കരൻ പുളിവിള, ബിജുകുമാർ ശിബഭവൻ, മനോജ് പ്രാങ്കാലമുക്ക്, വിനോദ് VS ബദ്ധാരൻ, മോഹനൻ ആഷ്ലി നിവാസ്, ബ്രീജ പുന്നയ്ക്കാമുകൾ, കുമാർ മുടവൻമുകൾ, മുരളി പുഞ്ചക്കരി, സെൽവരാജ് ജാസ്മിൻ, ജോജിരാജ് ജാസ്മിൻ, സുജത ജാസ്മിൻ ഭദ്രം, ബേബി പാപ്പനങ്കോട്. അടുത്ത ഞായറാഴ്ച തൊട്ട് ബാക്കിയുള്ളത് അടുത്ത ആഴ്ച വായിക്കും. എല്ലാവരുടെയും പ്രാർത്ഥനയോടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു. തുടർന്ന് മലയനാദം പ്രസിദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നതിന് വേണ്ടി ഷിബ് സത്യൻ DK ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ സഭാ ശുശ്രൂഷകർ, സഭാ കമ്മിറ്റി അംഗങ്ങളെ, പ്രിയ സഭാവിശ്വാസികളെ, നിങ്ങൾക്കേവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. മലയനാദം ഈ വർഷം ക്രിസ്മസ് പതിപ്പ് പ്രസിദ്ധീകരിക്കണമെന്ന് സഭാ കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇന്നേ ദിവസം അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായിട്ടാണ്. അതിനു മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കട്ടെ. നമ്മൾ ത്രൈമാസം ഒരു പ്രസിദ്ധീകരണമായിട്ടാണ് മലയനാദം പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാൽ ചില മാസങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ പ്രസിദ്ധീകരണം മുടങ്ങിയിരിക്കുകയാണ്.
എങ്കിൽ തന്നെയും സഭാ കമ്മിറ്റിക്ക് ഈ സഭയുടെ എല്ലാ വരവ് ചെലവ് കണക്കുകളും സുതാര്യമായിരിക്കണമെന്ന് സഭാജനങ്ങൾ അതറിയണമെന്നും വളരെ നിർബന്ധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപ് പ്രസിദ്ധീകരിച്ച കണക്കുകളെ തുടർന്നുള്ള ഉദ്ദേശം 16 മാസത്തെ എല്ലാ വരവ് ചെലവ് കണക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്രിസ്മസ് പതിപ്പായിട്ട് മലയനാഥം പ്രസിദ്ധീകരിച്ചിട്ടിരിക്കുന്നത്. 2023 ജൂലൈ മാസം മുതൽ 2024 ഒക്ടോബർ മാസം വരെയുള്ള സഭയുടെ മുഴുവൻ വരവ് ചെലവ് കണക്കുകൾ, മാസവരി കണക്കുകളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തെ മാസവരി കൊടുത്തവരുടെ വിവരങ്ങളുണ്ട്. അത് കൊടുക്കേണ്ടുന്നവർക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ പ്രതിമാസ സഹായ പദ്ധതിയിലൂടെ പെൻഷൻ തുക നൽകുന്നവർ, പുവർ എയ്ഡ് ഫണ്ടിലേക്കുള്ള കണക്കുകൾ, ഉപവാസ ആരാധനയുടെ കണക്കുകൾ, അന്നത്തെ കഞ്ഞി നേർച്ച നൽകുന്നവരുടെ വിവരങ്ങൾ, ജൂലൈ 2023 മുതൽ ബിൽഡിംഗ് ഫണ്ടിലേക്ക് നൽകിയിട്ടുള്ള കണക്കുകൾ, ബിൽഡിങ്ങിൻ്റെ എല്ലാ അക്കൗണ്ടുകളും, മിഷണറി ഫണ്ട് അക്കൗണ്ട്, നമ്മുടെ സഭയിലെ ബെഞ്ച് നിർമ്മാണത്തിൻ്റെ പൂർണ്ണമായ അക്കൗണ്ട് വിവരം എന്നിവ ഈ സ്പെഷ്യൽ പതിപ്പിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ നാം അടുത്ത ഞായറാഴ്ച മുതൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സഭയുടെ വാർഷിക സംഘടനയുടെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അടുത്ത ഞായറാഴ്ച മുതലുള്ള എല്ലാ ആരാധനകളുടെയും പ്രത്യേക പ്രവർത്തനങ്ങളുടെയും വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നോട്ടീസ് ഡിസംബർ 8 മുതൽ 2025 ജനുവരി 21 വരെയുള്ള സഭയിൽ നടക്കുന്ന എല്ലാ ആരാധനകളുടെയും വിശേഷ പ്രവർത്തനങ്ങളെയും സമയക്രമം ഉൾപ്പെടെയുള്ള നോട്ടീസ് വിവരം ഈ മലയനാഥത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരോൾ ലിസ്റ്റിൻ്റെ പൂർണ്ണമായ ലിസ്റ്റ് അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെൻറ്റിനറി ഹാളിൻ്റെ റിപ്പോർട്ട്, ചർച്ച് സ്ക്വയർ തുടങ്ങി വിവിധ സംഘടനകളുടെ പ്രവർത്തന റിപ്പോർട്ട് എന്നിവയെല്ലാം ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. നിങ്ങളേവരും അത് വായിച്ച് അതെല്ലാം നോക്കി മനസ്സിലാക്കണം. നാളെ മുതൽ നിങ്ങളുടെ ഭവനങ്ങളിൽ കരോളിൻ്റെ കവറ്, മാസവരി കവറുകൾ, ലേല കാർഡ് തുടങ്ങി ഉള്ള എല്ലാ പ്രതിമാസം നമ്മൾ നൽകുന്ന എല്ലാ കവറുകൾ ഉൾപ്പെടെ ഈ മലയനാഥം നിങ്ങളുടെ കരങ്ങളിൽ എത്തുന്നതാണ്. ഇതിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേക അതിൽ പ്രവർത്തിച്ച എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ, ആശംസകൾ, പരസ്യങ്ങൾ, സ്മരണകൾ തുടങ്ങി നൽകി സഹകരിച്ച നിരവധി പേരുണ്ട്. അവരോടുള്ള എല്ലാം നന്ദി ഈ സമയം അറിയിക്കുന്നു. വിശിഷ്യ നമ്മുടെ സഭാ സെക്രട്ടറി, അക്കൗണ്ടൻറ്റ് ശ്രീ ജയരാജ് ഡീക്കൻ, സഭാ സെക്രട്ടറി ബിനു തോമസ്, ജെയ്സൺ പോൾ ഡീക്കൻ, GJ സുനിൽ രാജ് ഡീക്കൻ എന്നിവരുടെ പ്രത്യേക നന്ദി, നിസ്സീമമായ നന്ദി ഈ സമയം അറിയിക്കുന്നു. ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് റവറൻ ബിരമ്മൽ ബോയ് പുന്നച്ചനെയും ഇവാഞ്ചലിസ്റ്റ് ഡി വിജയരായ സുവിശേഷയും ആദരോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം നമ്മേവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മലയനാഥം വാർഷിക പതിപ്പായിട്ട്, ക്രിസ്മസ് പതിപ്പായിട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് പ്രസിദ്ധീകരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ ഇരിക്കും. സഭ അറിയിക്കാനുള്ള മറ്റ് പരസ്യങ്ങൾ. ഇന്ന് ഈ ആരാധനയെ തുടർന്ന് വെസ്ട്രിയിൽ സഭാ കമ്മിറ്റി ഉണ്ടായിരിക്കും. എല്ലാ കമ്മിറ്റി അംഗങ്ങളും എത്തിച്ചേരുവാനായിട്ട് അറിയിക്കുന്നു. അതുപോലെ ദേവാലയത്തിൽ ഈ ആരാധനയെ തുടർന്ന് ബാലജന സഖ്യത്തിൻ്റെ യുവജന സഖ്യത്തിൻ്റെ സമാപന ആരാധന ഇന്ന് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ബാലജന സഖ്യത്തിൻ്റെ സഭാതലത്തിലുള്ള പരീക്ഷ നടക്കുന്നതായിരിക്കും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അതിൽ കൊണ്ടുവരുവാനായിട്ട് അറിയിക്കുന്നു. അതിനെ തുടർന്ന് ഏഞ്ചൽ ഈവിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരിക്കും. അതിലും പങ്കുചേരുവാനായിട്ട് അറിയിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശ്രീന സഖ്യത്തിൻ്റെ സമാപന ആരാധനയും അതിൻ്റെ ഫൈനൽ കമ്മിറ്റിയും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു. 4 മണിക്ക് ഭവന പ്രാർത്ഥന ശ്രീ ബാബു കിഴക്കൻകരയുടെ ഭവനത്തിൽ നടക്കുന്നതാണ്. അടുത്ത ആഴ്ച മുതൽ പുതുവർഷം ആരംഭിക്കുന്നൊരു ഭവനാരാധന ഉണ്ടായിരിക്കുന്നതല്ല. 5 മണിക്ക്
ചർച്ച് കൊയറിൻ്റെ ഒരു സ്പെഷ്യൽ കമ്മിറ്റി ഇന്നുണ്ടായിരിക്കും. ചർച്ച് കൊയറിൻ്റെ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ വെസ്ട്രിയിൽ എത്തിച്ചേരുവാനായിട്ട് അറിയിക്കുന്നു. 6 മണിക്ക് ഇംഗ്ലീഷ് ആരാധന ഉണ്ടായിരിക്കും. തിരുവത്താഴ ശുശ്രൂഷയായിരിക്കും. എല്ലാവരും താല്പര്യത്തോടെ പങ്കെടുക്കുവാനായിട്ട് അറിയിക്കുന്നു. അടുത്ത ആഴ്ച മുതൽ പുതുവർഷം പ്രവേശിക്കുന്നവരെ പിന്നെ കരോൾ റൗണ്ട്സ് എല്ലാം നടക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ആരാധന ഉണ്ടായിരിക്കുന്നതല്ല. 7 മണിക്ക് ഇന്ന് ചർച്ച് കൊയർ പ്രാക്ടീസ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അറിയിക്കുന്നു. കരോൾ റൗണ്ട്സിൻ്റെ സോങ് പ്രാക്ടീസ് ഇന്ന് വൈകുന്നേരം 7 മണിക്ക്, നാളെയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ 7 മണിക്ക് ദേവാലയത്തിൽ നടക്കും. അതിൽ എല്ലാവരും താല്പര്യമുള്ള മുൻകാലം പങ്കെടുത്തത് പുതുതായിട്ട് കരോൾ റൗണ്ട്സിൽ വരാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും പങ്കുചേരുവാനായിട്ട് അറിയിക്കുന്നു. ഗാനപരിശീലനം നൽകുന്നത് ശ്രീ ആശിഷാണ്. അടുത്ത ഞായറാഴ്ച സംഘടനകളുടെ സംയുക്ത വാർഷികമാണ്. അന്ന് ഏക ആരാധനയായിരിക്കും, ഒറ്റ ആരാധനയായിരിക്കും. രാവിലെ 7:30 ആരാധന എന്ന് അറിയിക്കുന്നു. ബിൽഡിംഗ് ഫണ്ടിൻ്റെ ഈ പച്ച നിറത്തിലുള്ള ഒരു കവർ നമ്മളുടെ കടങ്ങൾ ബാധ്യതകൾ തീർക്കുവാനായിട്ട് നൽകി. ഏകദേശം 500ഓളം കവറുകളാണ് വിതരണം ചെയ്തത്. അതിന് 4/1 പോലും തിരികെ മടങ്ങി വന്നിട്ടില്ല. ആരെങ്കിലും പക്കൽ കയ്യിലുള്ളവർ ഈ വരുന്ന ആഴ്ചകളിൽ അത് ക്ലോസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അത് ഇന്നും കുറച്ച് കവർ വന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആ കവറുകൾ എത്രയും പെട്ടെന്ന് നിശ്ചയിക്കുന്ന ചെറിയ തുകയായാലും അതിൽ പങ്ക് ചേരുവാനായിട്ട് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഷാരോൺ രാജ് നമ്മളറിയാം, സമീപ ചൂരാറ്റുകോട്ട സഭയിലെ ഒരു യാത്രയിൽ ആക്സിഡൻറ്റിൽ കിംസ് ഹോസ്പിറ്റലിൽ വളരെ മരണപരമായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അല്പം റിക്കവറി സുഖം പ്രാപിച്ചു വരുന്നു. വളരെ സാമ്പത്തികമായി ഞെരുക്കനുഭവിക്കുന്ന വ്യക്തി എന്ന നിലയിലും അവിടെ ഡിസ്ട്രിക്റ്റിൻ്റെ സഭാ ശുശ്രൂഷൻ്റെ അപേക്ഷ പരിഗണിച്ച് അടുത്ത ഞായറാഴ്ച ഒരു മേശമേൽ കാണിക്ക സ്വീകരിച്ച് സ്പെഷ്യൽ കാണിക്ക സ്വീകരിച്ച് സഹായം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അടുത്ത ആഴ്ച ഷാരോൺ രാജിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള സ്പെഷ്യൽ കളക്ഷൻ മേശമേൽ എടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഒരുക്കത്തോടെ വരുവാനായിട്ട് സ്നേഹത്തോടെ അറിയിക്കുന്നു. മിഷണറി ഫണ്ട് നമ്മൾ എല്ലാ വർഷവും ഡിസംബറിൽ ക്രിസ്മസ് ഗിഫ്റ്റും സാലറിയുടെ ഡബിളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ക്രിസ്മസ് ഗിഫ്റ്റായിട്ടും അതിൽ നൽകുവാനുള്ളവർ ഡിസംബർ മാസം ഡബിളായിട്ടാണ് നൽകാനുള്ളത്. പുതുതായി ആർക്കെങ്കിലും മിഷണറി ഫണ്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ പേരെഴുതി കവർ പ്രത്യേക കളക്ഷൻ നൽകുവാനായിട്ട് സ്നേഹത്തോടെ അറിയിക്കുന്നു. CFൻ്റെ സ്റ്റാർ പുൽക്കൂട് നിർമ്മാണം എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും അതിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ യുവജന അംഗങ്ങൾ ഞങ്ങളുടെ സമീപിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുവാനായിട്ട് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരു വർഷത്തിൽ ഡിസംബർ മാസം ക്രൈസ്തവ ജീവിതത്തിൽ വളരെ പ്രാധാന്യവും ചെലവേറിയ മാസവുമാണ് എന്ന് നമുക്കറിയാം. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്യുന്നു. അതോർത്ത് സ്തുതിക്കുന്നു. നമ്മൾ കരോൾ റൗണ്ട്സിന് അതിൻ്റെ കവറുകളും മലയനാദത്തിൻ്റെ കോപ്പി നാളെ മുതൽ ഭവനങ്ങളിൽ എത്തുന്നതാണ്. അത് സ്വീകരിക്കുകയും അതുപോലെ തന്നെ കവറിൽ മുൻകാലങ്ങളെപ്പോലെ നേരത്തെ തന്നെ തുകകൾ അതിൽ നിക്ഷേപിച്ച് വരുമ്പോൾ നൽകുവാനായിട്ട് അറിയിക്കുന്നു. മുൻകാലങ്ങളെക്കാളും ദൈവം അധികമായി സാമ്പത്തികമായി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിശ്ചിത തുക ഒന്നുകൂടെ നൽകി സഹകരിക്കുവാനായിട്ട് സ്നേഹത്തോടെ അറിയിക്കുന്നു. അതുപോലെ 15-ഉം 22-ാം തീയതി നടക്കുന്ന വാർഷിക ലേലം 15-ാം തീയതി 6 മുതൽ 11 വരെയുള്ള വാർഡും
22-ാം തീയതി 1 മുതൽ 6 വരെയുള്ള വാർഡ് ആണ് നടക്കുന്നത്. എന്നിരുന്നാലും എല്ലാവരും ഈ 2 ദിവസം വാർഷിക ലേലത്തിൽ സാധനങ്ങളായി കൊണ്ടുവന്ന് വിളിച്ച് സഹായിക്കണം എന്ന് അറിയിക്കുന്നു. ഈ വർഷത്തെ നമ്മളുടെ ഈ ഡിസംബർ മാസത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കുടുംബങ്ങളും പങ്കെടുച്ചേർന്ന് ദൈവത്താൽ അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനയോടെ നേരുന്നു. ഇന്ന് ടീ ഫെലോഷിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ ഭാസ്കരൻ പുളിവിളയും അദ്ദേഹത്തിൻ്റെ മിസ്സസ്സായിരിക്കുന്ന ബേബി രാജവുമാണ്. അവരുടെ വിവാഹ വാർഷികത്തെ ഓർത്തുകൊണ്ടും ഈ കഴിഞ്ഞ ആഴ്ച ബേബി രാജ്യത്തിൻ്റെ ജന്മദിനം ഓർത്തുകൊണ്ടും സ്പോൺസർ ചെയ്ത നന്മയെ ഓർത്തുകൊണ്ട് അവരോടുള്ള പ്രത്യേക സന്തോഷവും നന്ദിയും ഈ അവസരം പ്രാർത്ഥനയോടെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. ഈ സമയം നമുക്ക് 176-ാമത്തെ ഗീതം ആലപിക്കാം. ഗീതം 176. ഇരിക്കാം. വിട്ടുപോയ ഒരു നോട്ടീസും കൂടെ അറിയിക്കട്ടെ. ക്രിസ്മസ് പരിപാടികൾക്ക് പേര് നിർദ്ദേശിക്കുന്നുള്ള മത്സരത്തിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അതിൽ 29 പേർ പങ്കെടുത്തു. അതിൽ സ്നേഹാരാവം 2K24 എന്ന പേര് തിരഞ്ഞെടുത്തു. പേര് നിർദ്ദേശിച്ചത് ബിജോയ് സുനിലാണ്.
പങ്കെടുത്ത എല്ലാവർക്കും സഭയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സ്നേഹാരാവം 2K24 ഡിസംബർ 25 നടക്കുന്ന കലാപരിപാടികൾക്ക് പേര് നൽകുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 15 കലാപരിപാടികൾ അവതരിപ്പാൻ ആഗ്രഹിക്കുന്ന പേരുകൾ സഭാ കമ്മിറ്റി അംഗങ്ങളെ ഏൽപ്പിക്കേണ്ടതാകുന്നു. ഡിസംബർ 23, 24, 25 തീയതികളിൽ സഭയിലും ഹാളിലും ശബ്ദവും വെളിച്ചവും ക്രമീകരിക്കാനുള്ള കൊട്ടേഷൻ ക്ഷണിക്കുന്നു. അവസാന തീയതി 8 അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്കാണ്. കൂടുതൽ വിവരങ്ങൾ കൺവീനർമാരായിരിക്കുന്ന ശ്രീ GJ സുനിൽ, ശ്രീ ഷിബുഡി എന്നിവരുമായി ബന്ധപ്പെടുവാനായിട്ട് അറിയിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരെ, ആഗമനമാസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീറുന്ന, വിറങ്ങലിക്കുന്ന, വേദനിക്കുന്ന, ഭാരപ്പെടുന്ന ചിന്താഗതികളുമായിട്ട് 11 മാസം നാം ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. നമുക്കൊരു സ്വാതന്ത്ര്യം, ഒരു പുതിയ വെളിച്ചം, അത് നമ്മുടെ ഭവനങ്ങളിൽ നക്ഷത്ര ദീപങ്ങളായി, അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആഹ്ലാദമായി, ആ ആഹ്ലാദം നമ്മുടെ കുടുംബങ്ങളിൽ മറ്റുള്ളവരിലേക്ക് പകർന്ന് നമ്മുടെ കുട്ടികളത് ഏറ്റെടുത്ത് ആ സന്തോഷത്തിൻ്റെ ആഗമന ഉദ്ദേശം ചോദിച്ചറിഞ്ഞ് കൂട്ടുകാരോട് പങ്കുവച്ച് പുതിയ വസ്ത്രങ്ങൾ, പുതിയ തരം ആഹാര വിഭവങ്ങൾ, അങ്ങനെ മോടി പിടിപ്പിക്കൽ, എന്തുകൊണ്ടും ഒരാഘോഷത്തിൻ്റെ തിമിർപ്പിലേക്ക് നാം ആരംഭിക്കുകയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം സുവാർത്തയുടെ ആഘോഷം എന്നാണ്. സുവാർത്തയുടെ ആഘോഷം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിന്ത ഇന്ന് മഹായിടവക നമുക്ക് തന്നിരിക്കുകയാണ്. ആ 2 ചിന്ത ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയം തോന്നും. അത് ശ്രദ്ധയോടെ അവസാനം വരെ കേട്ടാലേ ആ സംശയത്തിന് പരിഹാരം വരും. തുടക്കത്തിൽ ആരും എവിടെയെങ്കിലും തട്ടി നിന്ന് കളയരുത്. അപ്പോൾ സുവാർത്തയുടെ ഒരു ആഘോഷമാണ് ഇവിടെ ആഗമനം കൊണ്ടുദ്ദേശിച്ചത്, ക്രിസ്തുമസ് കൊണ്ടുദ്ദേശിച്ചത്. എന്താണ് സുവാർത്ത? ഇവിടെ എലിശബത്തും മറിയയും തമ്മിൽ കാണുന്നു. അവർ രണ്ടുപേരും ഗർഭിണികളായിരുന്നു എന്നതും നമുക്കറിയാം. ഇവർ തമ്മിൽ കാണുമ്പോൾ ഇവരുടെ ഉദരത്തിലെ കുഞ്ഞുങ്ങൾ തമ്മിൽ തുള്ളുന്നു, ചാഞ്ചാടുന്നു, എന്തൊക്കെയോ ആശയവിനിമയങ്ങൾ നടത്തുന്നു. ഒടുവിൽ സമയമെത്തിയപ്പോൾ രണ്ടുപേരുടെയും പ്രസവം നടക്കുന്നു. രണ്ടുപേരെയും വ്യത്യസ്ത തലങ്ങളിൽ ദൈവങ്ങളായിട്ടാണ് അവതരിപ്പിച്ചത്. രണ്ടുപേരും ദൈവങ്ങളായിട്ടാണ് അവതരിച്ചത്. മറക്കരുത്, ഞാൻ അതാണ് പറഞ്ഞത്. ശ്രദ്ധയോടെ കേൾക്കണം. ആദ്യം പറയുന്നതിനെ കേട്ട് തട്ടി നിന്ന് കളയരുത്. അപ്പം നമുക്ക് തെളിവുണ്ട് വേദപുസ്തകത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്കാണ് നാം കൊണ്ടുപോകുന്നത്. അതാണ് സുവാർത്തയുടെ ആഘോഷമെന്ന് ഇതിനെ വിശേഷിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ 2 കുഞ്ഞുങ്ങളും ഈ ലോകത്തിൽ പിറന്നപ്പോൾ ഒരാൾ ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളെയും മഹിമകളെയും അടങ്ങിയ രാജകൊട്ടാരങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ളൊരു ദൈവമായി അവതരിച്ചു. അതാണ് മോശ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണ്ടാൽ മതി കേട്ടോ, ഇപ്പോൾ വായിപ്പിക്കുന്നില്ല. ഞാൻ മിസ്രയീമിൽ ഫറവോന് ദൈവമായിട്ട് നിന്നെ അയക്കുന്നു എന്ന് മോശയോട് പറഞ്ഞിട്ടുണ്ട് അവിടെ. അതാണ്. അപ്പം നിങ്ങൾക്ക് സംശയം മാറിയല്ലോ. മോശയെ ദൈവമായിട്ടാണ് എൻ്റെ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ചത്. എന്തിന്? ഈ ലോകത്തിൻ്റെ പ്രാപഞ്ചികമായ കൊട്ടാരങ്ങളെ ഇടിച്ചു തകർക്കാൻ, അഹങ്കാരത്തിൻ്റെ സ്തൂപങ്ങളെ തകർക്കാൻ, ആത്മപ്രശംസയുടെ നിലവാരത്തെ തകർക്കാൻ, അതെ, പാവപ്പെട്ട ജനത്തിൻ്റെ മേലുള്ള അടിച്ചമർത്തലുകളെ ഉന്മൂലനം ചെയ്യാൻ, അടിമത്തങ്ങൾക്ക് എന്നേക്കുമായി വിരാമമിടാനായി ഒരു ദൈവം
ഇതാ ഞാങ്ങണപ്പെട്ടിയിലൂടെ ഫറവോന്റെ പുത്രിയുടെ മാർവിലത്തിലൂടെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ച് താൻ യൗവന പ്രായം തികഞ്ഞപ്പോൾ ഹോരേബോളം വിളിച്ചു വരുത്തി ഹോരേബിൽ വെച്ച് അഭിഷേകം ചെയ്തയക്കുകയാണ്. നിന്നെ ഞാൻ ദൈവമായി അയക്കുന്നു. പുറപ്പാട് 7:1. അപ്പോൾ തനിക്ക് എത്ര വയസ്സായി? 80 വയസ്സായപ്പോൾ അത് 7-ാമത്തെ വാക്യത്തിലും അത് പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ നമുക്ക് 7:1 പ്രധാനം. ദൈവമായിട്ട് ഞാൻ നിന്നെ അയക്കുന്നു. എന്തിനാ? ഈ ലോകത്തിൻ്റെ പ്രാപഞ്ചികമായ അഹങ്കാരത്തിൻ്റെ കൊട്ടാരങ്ങളെ തകർക്കാൻ. രണ്ടാമതായിട്ട് ഇവിടെ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഹെരോദാവ് അന്വേഷിക്കുകയാണ്, രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങളുടെ കൊട്ടാരങ്ങളെല്ലാം തകർന്നു, ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. ലോകത്തിൻ്റെ സകല പ്രവചനങ്ങളും പ്രവചന ആത്മാക്കളും ഒരുപോലെ പറയുന്നു, ലോകരക്ഷിതാവായി രാജാതിരാജാവായി ഒരുവൻ ജനിച്ചിരിക്കുന്നു. അവനെവിടെ? ഹെരോദാവ് നിലവിളിക്കുകയാണ്. കൊട്ടാരങ്ങൾ വിറങ്ങലിച്ചുപോയി. ആ ഒരു സന്തോഷം ഏറ്റെടുത്തു ക്രൈസ്തവ ജനം. അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ വീടുകളുടെ മുകളിൽ നക്ഷത്രമുയർത്തിയത്. ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു പിറന്നു. അതാണത്രേ സുവാർത്ത. പാപപ്പെട്ട എളിമ വിചാരിച്ചിരുന്ന, അടിമത്തത്തിൽ വിരാജിച്ചിരുന്ന സകല മാനവരെയും സ്വർഗീയമായ കൊട്ടാരത്തിലിരുത്താൻ, സ്വർഗീയ കൊട്ടാരം പണിയാൻ ഒരു ദൈവം ഇവിടെ. അതാണത്രേ നമ്മുടെ ആരാധ്യനായ യേശു. ഈ രണ്ട് അനുഭവങ്ങളുടെയും സംയോജനമാണെന്ന്. അതുകൊണ്ടാണ് പിന്നത്തേതിൽ നാം ഇതിനെ ഒരാഘോഷമാക്കിയത്. ആ ആഘോഷത്തിൻ്റെ സുദിനം ഇന്നാണ്. അത് നമുക്ക് കലണ്ടർ എഴുതി വന്നപ്പോഴും ഡിസംബർ 1 അത് തന്നെ വരികയും ചെയ്തു. അത് ഈ കാലഘട്ടത്തിൻ്റെ 2024 ഒരു പ്രത്യേകതയായി കണക്കാക്കി നമുക്ക് ആനന്ദിക്കാം, സന്തോഷിക്കാം, അതെ, ആഹ്ലാദിക്കാം. അതിന് വകയുണ്ട്. എന്തിന് മക്കളെ നാം സന്തോഷിക്കുന്നു? എന്തിന് മക്കളെ നാം ആനന്ദിക്കുന്നു? ഇതെല്ലാം തച്ചുടഞ്ഞു പോകുമെന്നോ, ഇതെല്ലാം തകരപ്പെടുമെന്നോ ലോകത്തിൻ്റെ ശത്രു പിശാച് നമ്മുടെ ഉള്ളിൽ മന്ത്രിച്ച് നമ്മെ നിരാശയുടെ കയത്തിലേക്ക് പെടുത്തുന്നു എങ്കിൽ ഭോ എന്ന് പറയാനുള്ള ആർജവം നാം ഇന്ന് കാണിക്കുന്നു എങ്കിൽ ആ ഭീരുത്വം നമ്മെ വിട്ടു പോകും. ധീരതയുടെ ആ മോശയിൽ ഹോരേബിൽ കൊടുത്ത ആ ആത്മാവിൻ്റെ ആ പവറിനെ, ആ ശക്തിയെ നമ്മുടെ ഉള്ളിൽ ഇന്ന് ദൈവം തരും. നാം അതീവ ശക്തിയോടുകൂടി അടിമത്തത്തിലേക്ക്, നമ്മെ തകർത്ത സാത്താന്യ കോട്ടയിലേക്ക് നാം ചെല്ലും. നാം ചെല്ലുമ്പോൾ സ്വതന്ത്രരാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായിട്ടൊരാഘോഷം നമ്മുടെ മേൽ വച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ 2 വ്യത്യസ്തമായ അനുഭവങ്ങളെ പറഞ്ഞു. മോശയുടെ ജനനത്തെ നമുക്ക് നന്നായിട്ടറിയാം. അന്ന് അടിമത്തമാണ്. ഇസ്രായേലിൽ ഒരു കുഞ്ഞും ജനിച്ച് വളരാൻ പാടില്ല. കാരണം 41 പേരാണ് അവിടെ ഭക്ഷണം വാങ്ങാനായിട്ട് ആദ്യം മിസ്രൈമിൽ പോയത്. പിന്നെ അവർ 600,000 പേർ, 6 ലക്ഷം പുരുഷന്മാർ മാത്രം വരെ സെൻസസ് എടുത്തപ്പോൾ കിട്ടി. അപ്പോൾ അത്രയും ജനം മിസ്രൈമിൽ അവരുടെ ആളുകളില്ല. അതുകൊണ്ട് ഇവരെ തച്ചുടയ്ക്കാൻ വേണ്ടി ഇനി ഇവരുടെ കുടുംബങ്ങളിൽ ഒരാൺ സന്താനം പിറക്കരുത് എന്ന് പറഞ്ഞ് കടിഞ്ഞൂലാണുങ്ങളെ കൊല്ലുന്ന കാലം. അന്നും മോശ ജനിച്ചു, മോശ വളർന്നു, കൊട്ടാരത്തിൽ വളർന്നു. നിങ്ങളെ തകർക്കുമെന്നല്ലേ സാത്താൻ പറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾ തകർന്നു പോകുമെന്ന് വിചാരിച്ചല്ലേ അവൻ പതിയിരുന്നത്? ഇപ്പോൾ തകർത്തു തരാമെന്നല്ലേ അവൻ എഗ്രിമെൻ്റ് എടുത്തത്?
ഇപ്പോൾ നാശത്തിലേക്ക് നിങ്ങൾ അയച്ചേക്കാമെന്നല്ലേ അവൻ കരുതിയത്? ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അടിമത്തത്തിന് വിരാമം കുറിക്കാൻ, അതെ, ആ നൈൽ നദിയിലൂടെ ഞാങ്ങണപ്പെട്ടിയുടെ ഇടയിൽ, ഞാങ്ങണയുടെ ആ ഇലകളുടെ ഇടയിൽ വഴുതി മാറി ആ കുഞ്ഞ് കടവ് തെറ്റിപ്പോകാതെ, ലക്ഷ്യസ്ഥാനം തെറ്റിപ്പോകാതെ, ഒരു ശത്രുവിൻ്റെയും കരങ്ങളിൽ പെട്ടുപോകാതെ സുരക്ഷിതമായി എത്തേണ്ട സ്ഥാനത്ത് എത്തിയെങ്കിൽ ജീവിതം അവസാനിച്ചു. ഇനി എനിക്ക് രക്ഷയില്ല, വിടുതലില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമേ ഇല്ല എന്ന് ആരെങ്കിലും കരുതുന്നു എങ്കിൽ കേട്ടോളീൻ, ദൈവം നിങ്ങളെ തേടി വന്നിരിക്കുന്നു. ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അനവധിയായ ജനം ഇങ്ങനെ നിരാശപ്പെട്ട് കഴിയുകയാണ്. അനവധിയായ പേർ ഇങ്ങനെ ഭാരപ്പെടുകയാണ്, കണ്ണുനീർ തൂകുകയാണ്. സന്തോഷങ്ങളെല്ലാം മാറ്റിവെക്കാമെന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. നക്ഷത്രം കിട്ടുന്നില്ലേ എന്ന് മാതാപിതാക്കളോട് കൊച്ചു മക്കൾ ചോദിച്ചപ്പോൾ പല മാതാപിതാക്കളും പറഞ്ഞു കാണും, അതെ, എന്തിന് മക്കളെ, നമ്മെക്കൊണ്ട് നിവർത്തിയില്ല, അതെ, നമ്മെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. പറ്റും, ഒന്ന് തൂക്കിക്കോ, ജാതികൾ കാണട്ടെ, നിന്നെ രക്ഷിപ്പാൻ എൻ്റെ കർത്താവിത വന്നു എന്ന് അറിയട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോശ ഫറവോന്റെ കൊട്ടാരത്തിലെത്തി പൈതലായി. മോശയ്ക്ക് സ്വന്തം മാതാവ് തന്നെ മുലയൂട്ടി ആ രാജകൊട്ടാരത്തിൽ വളർന്നു എന്നതാണ് സവിശേഷത. സ്വന്തം മാതാവിനാൽ പോറ്റപ്പെട്ട് രാജകൊട്ടാരത്തിൽ രാജകീയമായ പ്രഭാവത്തോടുകൂടി വളരാൻ പാകപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയെയാണ് സുവാർത്ത ഒരു ഗുഡ് ന്യൂസായി നാം കേട്ടത്. അതൊരു സുവാർത്ത തന്നെയാണ്. അതൊരു അസംഭ്യമായ കാര്യമാണ്. യോസഫിനെ ഞാൻ ഓർത്തുപോയി. അവസാന മണിക്കൂറിലും അവസാന നിമിഷത്തും യോസഫ് വിചാരിച്ചു ഇല്ല, എൻ്റെ ബലം ക്ഷയിച്ചു തുടങ്ങി, ഇനി എനിക്ക് രക്ഷയില്ല എന്ന്. എന്തിന്? 2 ദിവസങ്ങൾക്ക് മുമ്പേ ഒരു പശുവിനെ തേടി 3 സ്ത്രീകൾ വനത്തിലേക്ക് പോയി. പശുസന്ധ്യയായപ്പോൾ വീട്ടിലെത്തി. തേടിപ്പോയ 3 അമ്മമാർ കാട്ടാനയെ കണ്ട് ഭയന്നേതോ പാറപ്പുറത്ത് കയറി. ഫോണിന് റേഞ്ചില്ല, കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളില്ല. അവർ പാറപ്പുറത്ത് കയറി. ഭയന്നില്ലേ? നിരാശ തോന്നിയില്ലേ? എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായില്ലേ? അതിലൊരു സ്ത്രീ പറഞ്ഞൊരു സാക്ഷ്യം ശ്രദ്ധേയമാണ്. അതിലൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഞാനൊരു വിശ്വാസിയാണ്. പാറപ്പുറത്ത് ഞങ്ങൾ 3 പേരും കൂടി കയറി മുട്ടുമേലും ഇരുന്നും കിടന്നും യേശുവിനോട് പ്രാർത്ഥിച്ചു. ലോകം കേട്ടു. ലോകം കേട്ടു. ഹല്ലേലൂയ. ലോകം കേട്ടു. യേശുവിനോട് പ്രാർത്ഥിച്ചു. യേശു തമ്പുരാൻ ഞങ്ങളെ കാത്തു. യേശു തമ്പുരാൻ കാത്തു. ഒരു പോറലും ഏൽക്കാതെ. ആരോഗ്യമുള്ള നമുക്ക് അതിന് കഴിയുമോ? കട്ടിലിൽ നിന്ന് താഴെ കിടക്കേണ്ടുന്നൊരവസ്ഥ വന്നാൽ നാം പറയുമോ, താഴെ കിടക്കാൻ എനിക്ക് പറ്റൂല, വാദം അല്ലെങ്കിൽ കോച്ചും കൊളുത്തും. അതൊരു സുഖമല്ല. നിലത്ത് കിടന്നുറങ്ങാൻ പോലും വീട്ടിനുള്ളിൽ സുരക്ഷിതമുണ്ടായിട്ടും നമ്മെ കൊണ്ട് കഴിയാതിരിക്കുന്ന സ്ഥാനത്ത് വീട്ടിലെ രാത്രി വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് 3 സ്ത്രീകൾ പുതയ്ക്കാനോ ഉടുതുണിക്ക് മറുതുണിയോ ദാഹവെള്ളമോ ഇല്ലാതെ മണിക്കൂറുകളോളം പാറപ്പുറത്തിരുന്നവരെ ദൈവം സുഭിക്ഷമായി പോറ്റിയെങ്കിൽ ഈ ദൈവം ആരാണ്? ഈ ദൈവം വിമോചനത്തിൻ്റെ ദൈവമാണ്. അതാണ് പ്രത്യേകത. അതാണ് സുവാർത്ത. അതാണ് ഗുഡ് ന്യൂസ്. അവിടെയാണ് സന്തോഷം. നമുക്ക് മൃഷ്ടാനമായിട്ട് അനുഭവിക്കാനുണ്ടായിട്ട് നാം ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സന്തോഷത്തോടെ ജീവിച്ചെഴുന്നേറ്റ് പ്രഭാതത്തിൽ സ്തോത്രം പറയുന്നതിൽ കാര്യമില്ല. AC-യും എല്ലാം ഫിറ്റ് ചെയ്ത് എല്ലാ നന്മകളും കിട്ടാവുന്നിടത്തുനിന്നെല്ലാം വാങ്ങിച്ച് പാവപ്പെട്ട കർഷകന് കൊടുത്ത
അതെ, ഒരു വിഹിതം 1600 രൂപയും വാങ്ങിച്ച് കിടന്നവനും സമാധാനമില്ല, അവനും സൗഖ്യമില്ല, വിടുതലില്ല. പിന്നെ ഇതൊന്നും കിട്ടാതെ കഴിഞ്ഞവരൊക്കെ അതെ എന്തു പറയണ ഫീനീസ് പക്ഷിയെപ്പോലെ സടകുടഞ്ഞെഴുന്നേറ്റതാ പറക്കുകയാണ്, ആനന്ദിക്കുകയാണ്. കഴുകൻ താഴേക്ക് ഇരയെ ലക്ഷ്യമിട്ട് പറക്കുമ്പോൾ കഴുകൻ്റെ ലക്ഷ്യം താഴത്തെ ഇരയാണ്. കാക്കകൾ അതിൻ്റെ പുറത്ത് വന്ന് വട്ടം കൂടി തുരുതുരേ കൊത്തും. ഒടുവിൽ ഗതിയില്ലാതെ ചിലത് വന്ന് പുറത്തിരുന്ന് കൊത്തും. കഴുകൻ ശ്രദ്ധിക്കില്ല. കഴുകൻ ലക്ഷ്യമിട്ട് ഇരയെ എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയരുമ്പോൾ തൻ്റെ ചിറകുകൾ കൊണ്ടൊരു പറപ്പ് പറക്കും. കാക്ക തകിടം മറിയും, തകർന്നു പോകും, നിശ്ചലമായി പോകും. പിന്നെ കാക്കയുടെ ഗതി ചില ഇലക്ട്രിക് ലൈനുകളിലൊക്കെ അടിച്ചു കിടക്കണ കണ്ടിട്ടില്ലേ? അതേപോലെ തകർന്നുടഞ്ഞു പോകും. പ്രിയരെ, കഴുകനെപ്പോലെ പുതുകി വരത്തക്കവണ്ണം എൻ്റെയും നിങ്ങളുടെയും വായെ നന്മ കൊണ്ട് അലങ്കരിക്കാമെന്ന് പറഞ്ഞ എൻ്റെ യേശു തമ്പുരാൻ ഇതാ നമുക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് സുവാർത്ത, അതാണ് ഗുഡ് ന്യൂസ്, അതാണ് സുവാർത്ത. ബന്ധനത്തിലായിരിക്കുന്നവരെ, അടിമത്തത്തിലായി പോയവരെ, മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്ന അമ്മമാരെ, പിതാക്കന്മാരെ, കുടുംബജീവിതം തകർന്നു പോയി എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ പ്രിയ ദമ്പതികളെ, മാതാപിതാക്കളുടെ വാത്സല്യവും കരുതലും നമുക്കില്ല എന്ന് കരുതിയ മക്കളെ, എല്ലാ കുലതകൾക്കും പര്യവസാനം വന്നിരിക്കുന്നു. ഒരു സുവാർത്താ മഹോത്സവം. അടിമത്തത്തിൻ്റെ ചെങ്കോലിനെ പിടിച്ചറിഞ്ഞ് ഇതാ മോശയിലൂടെ ദൈവം പ്രവർത്തിച്ചു. സ്വർഗീയമായൊരു കൊട്ടാരം പണിതിട്ട് താണവരെ ഉയർത്തിയിരിക്കുന്നതാണ് സുവിശേഷത്തിൽ അതെ മറിയ പാടിയത്. അവൻ പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. 2 കൊട്ടാരങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സമയമില്ല, 10 മണി വരെ എനിക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ, സമയവും കഴിഞ്ഞു പോയി. ഇനി ഞാൻ 2 ഭാഗം പറഞ്ഞു കേട്ടോ, പഴയതും സുവിശേഷവും പറഞ്ഞു. ഇനി ലേഖനത്തിലേക്ക് വരാം. ലേഖനത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അനന്യാസേ നീ ശൗലിന് വേണ്ടി പ്രാർത്ഥിക്ക്. അയ്യോ, അവനൊരു ക്രൂരനാണ്. ഇല്ല, നീ പ്രാർത്ഥിക്ക്. ശൗലിന് കാഴ്ച കൊടുത്തു. അതിൻ്റെ 9-ാം അധ്യായം 17-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചോളീൻ. ശൗലേ, സഹോദരാ, കാഴ്ച പ്രാപിച്ച് ഈ നന്മയെ നീ കണ്ടോ? ഇന്ന് പകൽക്കാലം ഇത് എന്നോടും നിങ്ങളോടും പറഞ്ഞതാണ്. സഹോദരാ, ഈ 2 കാര്യങ്ങൾ ഉയർത്തപ്പെട്ടത് നീ കണ്ടോ? അഹങ്കാരങ്ങളെ തച്ചുടച്ചത് നീ കണ്ടോ? അന്ധകാരത്തെ മാറ്റിയത് നീ കണ്ടോ? രക്ഷയില്ല എന്ന് നിലവിളിച്ച പാവപ്പെട്ട ജനത്തിൻ്റെ കണ്ണുനീർ കണ്ടവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവത്തെ നീ കണ്ടോ? അവനെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തിയ ആ സുദിനത്തെ നീ മനസ്സിലാക്കിയോ? ഇനിയും മനസ്സുണ്ടെങ്കിൽ കാഴ്ച പ്രാപിച്ച് ഇത് കണ്ടോ, ഇത് കാണണം. അതാണത്രേ അനന്യാസ് നിമിത്തം ശൗലിനോട് പറഞ്ഞത്. സ്നേഹിത, ഞാനൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു ശക്തമായി. ഞാൻ ഈ ഒരു വാക്കിൽ മാത്രം നിർത്തുകയാണ്. സ്നേഹിത, നീ ഇത് കാണണം. നിൻ്റെ പരിധിക്കുള്ളിൽ, നിൻ്റെ പരിചരണത്തിനുള്ളിൽ, നിൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കുള്ളിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ഉള്ളിൽ, നിൻ്റെ ആധിപത്യത്തിനുള്ളിൽ ഇനിയും അടിമത്തമായി, അകൽച്ചയായി, ബന്ധനമായി അകന്നിരിക്കുന്ന, വെറുക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ഏതെങ്കിലും ജീവിത കാര്യങ്ങളുണ്ടെങ്കിൽ സ്വതന്ത്രമാക്കിക്കോ, സ്വതന്ത്രമാക്കിക്കോ. എൻ്റെ കർത്താവ് സകലത്തെയും വിടുവിപ്പാൻ വന്നു കഴിഞ്ഞു. അതാണത്രേ പറഞ്ഞത്. ശൗലേ, നീ കാഴ്ച പ്രാപിച്ച് നീ കണ്ണു തുറന്ന് ഇതിനെ കണ്ടോ? നീ ഇല്ലെങ്കിൽ അതെ നീ കാണേണ്ടി വരും. വിടുതലുണ്ട്. ദൈവം അത്രമാത്രം നമ്മുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ശൗലേ, സഹോദര, കാഴ്ച പ്രാപിച്ച് കണ്ണു തുറന്ന് ഇത് കാണും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൻ്റെ ആഗമന നാൾ നമുക്കെല്ലാം കണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരുമിച്ച് ആഹ്ലാദിക്കണം, ഒരുമിച്ച് സന്തോഷിക്കണം. നാം മാത്രമല്ല, നമ്മുടെ ഇടയിൽ പാർക്കുന്ന ഇതര ജാതി മതസ്ഥരും ഈ സന്തോഷത്തിൽ പങ്കുചേരണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും നേരും. 146-ാമത്തെ ഗാനം ആലപിക്കാം. ആരാധനക്രമം 62-ാം പുറം. ഇതാ സഹോദരീ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര സുഖവും എത്ര മനോഹരവുമാകുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായിരിക്കും നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ആരാധനക്രമം 63-ാം പുറത്ത്. പ്രസ്ബിറ്ററും ജനങ്ങളും മുട്ടുകുത്തി എല്ലാവരും ചേർന്ന് ചൊല്ലേണ്ടതിൽ പങ്കുചേരാം. യേശുവേ ശ്രേഷ്ഠ മഹാപുരനായുള്ളവേ, അങ്ങയുടെ ശിഷ്യന്മാരുടെ നടുവിൽ സന്നിയായിരിക്കുന്ന പോലെ ഞങ്ങളെ മധ്യത്തിൽ വന്ന് അപ്പം നുറുക്കുന്നതിൽ അങ്ങേ തന്നെ ഞാൻ വെളിപ്പെടുത്തണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോട് കൂടെ ഏകദേയമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായിരിക്കുന്ന പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവനായി ഞങ്ങൾ ചെയ്യേണ്ടുന്ന കർത്തവ്യമാകുന്നു. അങ്ങയുടെ പുത്രൻ ഞങ്ങൾ കർത്താവുമായ യേശുക്രിസ്തു മൂലമായി തന്നെ യേശുക്രിസ്തു മുഖാന്തരം അങ്ങ് ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. മനുഷ്യൻ അങ്ങനെ സ്വന്തം സാദൃശ്യം നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുത്തു. അവിടുത്തെ കരുണ അങ്ങയുടെ സകല പ്രവൃത്തികളിലുമുണ്ട്. സ്വർഗത്തിലെ സകല സംഘങ്ങളും ഞങ്ങളെപ്പോഴും അങ്ങേ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശം ഭൂമി അങ്ങേ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോനായ കർത്താവെ, അങ്ങേ മഹത്വം എന്ന് ചൊല്ലിയും അങ്ങനെ മഹത്വം. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ വന്നതിന് വഴി
സ്വർഗസ്ഥ പിതാവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു, അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ ആദര സ്നേഹം കൊണ്ട് അവിടുത്തെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളെ മനുഷ്യ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളെ വീണ്ടെടുക്കാനുമായി ക്രൂശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവിടുന്ന് ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായി തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിസന്ധിയും തേക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ചുള്ള ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അത് എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവിടുന്ന് താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞ ശേഷം അവിടുന്ന് പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി സ്ഥാപിക്കുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴേക്കും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ പുത്രൻ്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെ അവിടുത്തെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെ ഓർത്തുകൊണ്ട് യേശു മിശിഹായിൽ അങ്ങ് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും കർത്താവ് കൽപ്പിച്ച പ്രകാരം അവിടുന്ന് വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായി ഞങ്ങളുടെ ദാസരായ ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെ അങ്ങനെ ഈ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെ അങ്ങനെ പരിശുദ്ധാത്മാവിനോട് ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൽ യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് തലയാകുന്ന മശിഹായ്ക്ക് അനുയോജ്യമാം വിധം സകലത്തിലും വളരെ കൃപ നൽകണമേ. ക്രിസ്തു മൂലമായും ക്രിസ്തുവിനോട് കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായിരിക്കും പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആഗമനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് ആ സുവാർത്തവാഹരായി തീരുവാൻ ദൈവപുത്രൻ്റെ സാന്നിധ്യം തൻ്റെ ശരീരമായി രക്തമായി വിശുദ്ധമേശ ഒരുക്കപ്പെട്ടിരിക്കുമ്പോൾ അത് പ്രാപ്യമാക്കിക്കൊണ്ട് ദൈവത്തിൽ ധന്യരായിത്തീരാം. ഒരു നിമിഷം കർത്താവെ, തിരിയതം പോലെ ഇത് പ്രാപിച്ച അങ്ങേക്ക് പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ പ്രാപ്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് 66-ാം പുറത്ത് കാണുന്ന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സ്നേഹമുള്ള കർത്താവേ, ഞങ്ങൾ അവിടുത്തെ വലിയ കരുണയിലല്ലാതെ ഞങ്ങളെ സ്വന്തം നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മേശയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. ഞങ്ങൾ അവിടുത്തെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ പോലും അനുഭവിപ്പാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ അങ്ങ് എപ്പോഴും കരുണയുള്ള കർത്താവാകുന്നു. അതുകൊണ്ട് മനസ്സിലുള്ള കർത്താവെ, ഞങ്ങളെ പാപശരീര ആത്മാക്കളും അങ്ങയുടെ ഇഷ്ടപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ ശരീരത്താൽ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങൾ യേശുവിലും യേശു ക്രിസ്തു ഞങ്ങളിൽ എപ്പോഴും വസിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ അവിടുത്തെ മാംസം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം കുടിക്കുകയും ചെയ്യേണ്ടത് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? ജീവൻ്റെ അപ്പമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം, സത്യമുദ്രരായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം.
നമുക്കായി കാൽവരിയിൽ തറക്കപ്പെട്ട ദൈവപുത്രൻ്റെ ശരീരം, നമുക്കായി ക്രൂശിൽ ചിന്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം വന്ന് വാങ്ങി ഭക്ഷിച്ച് ധന്യരാകും.
സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ക്രിസ്തുവിൻ്റെയും ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സാക്രമന്ത വിശ്വാസത്താൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സർവശക്തനായിരിക്കും ദൈവമേ, സ്വർഗീയസ്ഥ പിതാവേ, അങ്ങനെ വാത്സല്യപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ മക്കളായി അങ്ങ് സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവിടുത്തെ മഹാവിലയേറിയ ശരീര രക്തമാകുന്ന ആത്മീയ ആഹാരം കൊണ്ട് അങ്ങ് ഞങ്ങളെ ഭൂഷിപ്പിച്ചു. ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദാനവും നൽകിയിരിക്കുന്നു. അങ്ങയുടെ ഈ വില തീരാത്ത ഉപകാരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളും ആത്മാക്കളും ജീവനും വിശുദ്ധിയുള്ള യാഗമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവഹിത ഇന്നതിന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ അങ്ങേ അനുസരിച്ച് ഒടുവിൽ അങ്ങയുടെ സ്വർഗീയ രാജ്യത്തിൽ അങ്ങയുടെ സ്ഥല വിശുദ്ധരോടുകൂടെ സന്തോഷിക്കാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ എന്നേക്കും ഏകദൈവമായി ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും ജ്ഞാനവും. ആമേൻ. ആശീർവാദം. സകല ബുദ്ധിയും കവിയുന്ന ദൈവീയ സമാധാനം ദൈവത്തെ അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാട്ടെ. ആമേൻ.